ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും നീതി ലഭിക്കാൻ CBI അന്വേഷണം വേണം എന്നുമാണ് ഭാര്യ മഞ്ജുഷ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, അങ്ങേയറ്റം ഗൗരവതരമായൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ നവീന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇനി ഇക്കാര്യത്തിൽ സർക്കാരും പാർട്ടിയുമൊക്കെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി ഇന്നിപ്പോൾ പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ആണ് ഹർജി പരിഗണിക്കുക. നവീൻ ബാബുവിന്റെ ഭാര്യ ഹർജിക്കാരി പോലീസ് അന്വേഷണം തൃപ്തികരമല്ല, ഇതാണ് അവർ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും നവീന്റെ മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഇപ്പോൾ മഞ്ജുഷ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ആ ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കും. അശ്വതിയെ പ്രതീക്ഷിക്കുകയാണ്. അശ്വതി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണ് എന്ന ഒരു സൈഡിൽ അക്കാര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് അങ്ങേയറ്റം ഗൗരവമായ ഒരു ആരോപണം മഞ്ജുഷ ഉന്നയിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് മഞ്ജുഷയുടെ ഹർജിയിലെ മറ്റ് വിശദാംശങ്ങൾ? ഇനി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്, പാർട്ടിയുടെ ഭാഗത്ത് നവീന്റെ കുടുംബത്തോടൊപ്പമാണ് എന്നുമെന്ന് ഉറപ്പിച്ചു പറയുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടൊക്കെ നിർണായകമാണ്. തീർച്ചയായും ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും നീതി ലഭിക്കാൻ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ പോലീസ് അന്വേഷണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഹർജിയിൽ പ്രധാനമായും. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയിക്കുന്ന കാര്യവും ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനവും കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിൽ സർക്കാരിന്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ നിലപാടാണ് വളരെ നിർണായകമാവുക. അതിൽ സർക്കാർ എന്ത് പറയുന്നു എന്നതിനനുസരിച്ചായിരിക്കും, അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും കോടതിയിൽ നിന്ന് ഇതിനൊരു തീരുമാനമുണ്ടാവുക. അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല, അത് തന്നെയാണ് പ്രധാനമായും. മാത്രമല്ല നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ എന്ന് സംശയമുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൊലപാതകമാണോ എന്നും സംശയമുണ്ടെന്നും പറയുന്നു. ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ, അതാണ് പ്രധാനമായും ഹർജിയിൽ പറയുന്നത്. ഈ ബന്ധുക്കളുടെ സാന്നിധ്യം ഇൻക്വസ്റ്റ് നടപടികൾക്ക് അനിവാര്യമായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുടുംബം എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടത്തി, കേസിൽ മൊഴി രേഖപ്പെടുത്താൻ അടക്കം വൈകി എന്നും പറയുന്നു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന് ഈ മഞ്ജുഷ വ്യക്തമാക്കുന്നത്. കാര്യക്ഷമമായ അന്വേഷണം നടക്കും എന്ന പ്രതീക്ഷയുമില്ല, നീതി ലഭിക്കാനായി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ്. ഇങ്ങനെയാണ് ഈ ഹർജി വ്യക്തമാക്കുന്നത്. മാത്രമല്ല CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ല എന്നും പ്രതിക്ക് ഭരണതലത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നും നവീൻ ബാബുവിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ഒപ്പം തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ പുരോഗതി കൂടി ഹൈക്കോടതി ഒരുപക്ഷെ നിരീക്ഷിച്ചേക്കാം, അതുകൂടി കൺസിഡർ ചെയ്തേക്കാം. എന്തായാലും ഇന്ന് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ നിലപാട് ഇന്ന് വളരെ നിർണായകമാകും.